ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന പ്രതീക്ഷയ്ക്കുമേൽ പുതിയ പൂട്ടിട്ട് ഇറാൻ 6 കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം ഹോർമുസ് തുറക്കും. അമേരിക്കയ്ക്ക് ഇറാന്റെ അന്ത്യശാസനം പുറത്തു വന്നിരിക്കുകയാണ്. എണ്ണവില ഇവിടെ കുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇത് വൻ ആശങ്ക സൃഷ്ടിക്കുമോ എന്നതും ചോദ്യമാവുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്ന പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ ഇവിടെ അമേരിക്കയ്ക്ക് 6 ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഹോർമുസ് തുറക്കൂ എന്ന അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. ആ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മുഹമ്മദ് ബാഹിർ സോൽഹർ ആകട്ടെ അമേരിക്കയ്ക്ക് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒന്നാമതായി തന്നെ ഇറാനെതിരായ ഭീഷണികളും സൈനിക നടപടികളും അവസാനിപ്പിക്കണം. രണ്ടാമതായി യുദ്ധം എന്നേക്കുമായി തന്നെ അവസാനിപ്പിക്കണം. മൂന്നാമതായി ഇറാന്റെ സമീപത്തു നിന്ന് അമേരിക്കൻ നാവിക വ്യോമ താവളങ്ങളെ പിൻവലിക്കണം. നാലാമതായി തന്നെ യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. അഞ്ചാമതായി ഇറാനെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കണം. ആറാമതായി വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകണം എന്നതാണ് ഇവിടെ പ്രധാനമായ ആവശ്യങ്ങൾ ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെ അമേരിക്കയുടെ ഔദ്യോഗികമായ യാതൊരു വിധത്തിലുമുള്ള പ്രതികരണം പുറത്തു വന്നിട്ടില്ല. അതേസമയം ഹോർമുസിലെ കപ്പൽ ഗതാഗതം ഇതിനോടകം തന്നെ കുത്തനെ തന്നെ കുറഞ്ഞു. കഴിഞ്ഞ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം 30 കപ്പലുകൾക്ക് മാത്രമാണ് കടലിടുക്ക് കടന്നു പോകാനായത് എന്നതാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി തന്നെ ആശങ്ക കടലിടുക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല. എണ്ണവിലയിലേക്കും പ്രതിസന്ധിയുടെ ചൂട് ഏന്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $80 താഴെ ഉണ്ടായിരുന്നത് $83.55 ഉയർന്നു. അതുപോലെ തന്നെ WTI ക്രൂഡിനും വലിയ വിലയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എണ്ണവിലയിലെ ഇത്തരമൊരു ഉയർന്ന വില ഉണ്ടായത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിനും പണപ്പെരുപ്പത്തിനും സമ്മർദ്ദം കൂടും. ഇതിനിടെ തന്നെ മറ്റൊരു കടൽപാതയിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. കരിങ്കടലിൽ റഷ്യൻ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് തുർക്കി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. റഷ്യൻ എണ്ണയുടെ ഒഴുക്കിലും തടസ്സമുണ്ടായാൽ ആഗോള ക്രൂഡ് വിലയിൽ വീണ്ടും കുതിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഇന്ത്യയുടെ എണ്ണ കയറ്റുമതിയിൽ റഷ്യൻ എണ്ണയ്ക്ക് വലിയൊരു രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഹോർമുസിലെ പ്രതിസന്ധികൾക്കൊപ്പം തന്നെ റഷ്യൻ എണ്ണ വിതരണത്തിലും തടസ്സമുണ്ടായാൽ ഇന്ത്യക്ക് അത് ഇരട്ടി ആഘാതമേകും. അതിനിടെ തന്നെ അമേരിക്ക ട്രംപ് ഭരണകൂടത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. ഇറാനെതിരായ യുദ്ധത്തിനായി ഏകദേശം $70,000 കോടി അധിക ഫണ്ടിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും US സെനറ്റ് ആകട്ടെ വേനൽ അവധിക്ക് US സെനറ്റ് വേനൽ അവധിക്ക് പിരിഞ്ഞതോടുകൂടി തന്നെ നീക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതേസമയം ഇറാനെതിരായ സൈനിക നടപടികൾക്കിടെ തന്നെ അമേരിക്കൻ സൈന്യം ദീർഘദൂര മിസൈലുകളുടെയും പ്രതിരോധ ഇന്റർസെപ്റ്ററുകളുടെയും ക്ഷാമം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ ആരോഗ്യനിലയെക്കുറിച്ചും ഗുരുതര റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇറാനിൽ അവിടെ നിന്ന് മറ്റൊരു വീഡിയോ ഇതിന് പിന്നാലെ പുറത്തു വരുന്നത് അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ചൂട് പകരുകയാണ്. ഇതിനിടെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകുന്ന സന്ദേശം കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ്. ഇറാനും ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഹോർമുസ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും വാൻസ് വ്യക്തമാക്കി. അങ്ങനെ നോക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ഇപ്പോൾ ഹോർമുസ്, എണ്ണവില, റഷ്യൻ എണ്ണ, ഇന്ത്യ, ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന ശൃംഖലയായി മാറുകയാണ്. അമേരിക്ക ഇറാന്റെ 6 നിബന്ധനകൾ അംഗീകരിക്കുമോ എന്നതാണ് ഇവിടെ അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഇനി ഹോർമുസ് തുറക്കുമോ അതോ എണ്ണവില വീണ്ടും കുതിക്കുമോ? ഹോർമുസിലെ അടുത്ത നീക്കം ഇനി പശ്ചിമേഷ്യയുടെ ഒരു സ്ഥിതി മാത്രമല്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും ആഗോള വിപണിയിൽ കൂടുതലായി തന്നെ പിടിച്ചു കുലുക്കാനും ബാധിക്കാനും ഇടയുള്ള ഒന്നായി തന്നെ മാറുമെന്നതാണ് എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.